എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കോസ് മിൽക്ക് ഷേക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് സപ്പോർട്ടിക്ക എല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സപ്പോർട്ടിക്ക എല്ലാം മൂക്കുന്നതിന് മുമ്പേ നമ്മൾ പറിച്ച് വെക്കാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നമ്മളിത് പറിച്ചെടുക്കാൻ പാടുള്ളൂ. അതിനാണ് കുറച്ച് നല്ല ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇത് ഞാനിപ്പോൾ 2 ദിവസം മുമ്പേ ഞാൻ പറിച്ച് വെച്ചതാണ്. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. കാരണം വവ്വാലിൻ്റെ ഇഷ്ട ഭക്ഷണമാണ് നമ്മുടെ സപ്പോർട്ടിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വവ്വാലിൽ നിന്ന് എങ്ങനെ നമ്മുടെ സപ്പോർട്ടിക്കയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ താമസിയാതെ തന്നെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 5 സപ്പോർട്ടിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. ഒരുപാട് പഴുത്തതിൽ നമ്മളങ്ങനെ തൊലി ചെത്തേണ്ട കാര്യമില്ല. ഒരു സ്പൂണും കൊണ്ട് അതിൻ്റെ അകത്തെ കാമ്പ് മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ സപ്പോർട്ടിക്ക എല്ലാം നന്നായിട്ട് നമ്മൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തു. ഇതേ പരുവാണ് എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ജ്യൂസൊക്കെ അടിക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ നമ്മുടെ സപ്പോർട്ടയുടെ തൊലിയെല്ലാം കളഞ്ഞുകൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നൊരു ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നന്നായിട്ട് പഴുത്ത ചിക്കുവിൻ്റെ അകത്ത് വലിയ ഒരു പശയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതാ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ അകത്ത് വലിയ പശ അങ്ങനെയൊന്നും ഇല്ല. ഇതാണ് ശരിക്കും മൂത്ത ചിക്കു എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അധികം മൂക്കാത്തത് നമ്മൾ എടുത്തു കഴിയുമ്പോഴാണ് ഈ നടുക്കുള്ള ആ വശത്ത് പശയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതിന് പെർഫെക്റ്റ് നല്ല ജ്യൂസായിരിക്കും നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ കുരു എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഇനി അധികം മൂക്കാത്തതിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അകത്താണ് ഇതുപോലെ പശ ഉണ്ടാവുക. ഇതാ കണ്ടോ, അതിൻ്റെ അകത്ത് വെളുത്ത ഭാഗം കണ്ടോ, ഇതിൻ്റെ അകത്ത് ചെറിയ പശ പോലെ ഉണ്ടാവും. അത് നമ്മൾ പതുക്കെ ഇതുപോലെ മുറിച്ച് മാറ്റി കളഞ്ഞാൽ മതി. ബാക്കി കൂടി നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ചിക്കുൻ്റെ കുരുവും തൊലിയും എല്ലാം നമ്മൾ കളഞ്ഞ് മുറിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ചെറിയ പീസുകളായിട്ട്, തീരെ ചെറുതല്ല, ഒരു 2-3 പീസുകളായിട്ട് നമ്മളത് മുറിച്ച് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇനി മിക്സിയുടെ വലിയ ജാറിലിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. ഞാനിതിലേക്ക് പഞ്ചസാര അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഇത് നന്നായിട്ട് മൂത്തതായതുകൊണ്ട് ഇതിന് നല്ല മധുരം ഉണ്ടാവും. മറ്റുള്ള ചിക്കുവിൻ്റെ പോലെയല്ല, നമുക്ക് പഞ്ചസാര ചേർക്കുകയേ വേണ്ട എന്നുള്ളതാണ്. ഇത് ഞാൻ ഒറിജിനലായിട്ട് പ്യുവർ ജ്യൂസാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. പഞ്ചസാര ഒട്ടും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി ഞാൻ ആകെ ചേർക്കാൻ പോകുന്നത് മിൽക്കാണ്. അത് നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ തണുപ്പിന് വേണ്ടിയിട്ട് ഒരു 3-4 ഐസ് ക്യൂബും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നിർബന്ധമില്ല കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷൻ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബൂസ്റ്റൊന്നും ഇല്ലാത്തവരിപ്പോൾ എന്ത് ചെയ്യും, നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്കിതുപോലുള്ള ഓറിയോ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് അതിലെ ക്രീമൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് ഈ ഓറിയോ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ആണെങ്കിലും പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി പിള്ളേർക്കൊക്കെ ഓറിയോയുടെ ക്രീം ഉണ്ടെങ്കിൽ അത് വെറുതെ ഈ ജ്യൂസിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുത്താൽ അവർക്കൊരു സന്തോഷമാവും. അപ്പോൾ അതുകൂടി ഞാനിതിലേക്ക് വെറുതെ വെച്ച് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ചിക്കോസ് അഥവാ സപ്പോർട്ടിക്ക ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചസാരയൊന്നും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. പ്യുവർ ജ്യൂസാണ്. ആകെ കൊടുത്തിട്ടുള്ളത് മിൽക്ക് മാത്രമാണ്. പിന്നെ 2 ഐസ് ക്യൂബും പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ഞാനൊരു ഓറിയോയുടെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് ഷേക്കിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ നമ്മുടെ കുട്ടികളായതുകൊണ്ട് അവർക്കൊക്കെ ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓറിയോയുടെ അകത്തെ ക്രീമും കൂടി നമുക്കതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം.
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ പിള്ളേരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ വളരെയധികം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കു അഥവാ സപ്പോട്ടിക്ക മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വന്ന് കുടിച്ചോളുക. സപ്പോട്ടിക്കയൊക്കെ കടയിലൊക്കെ ഇഷ്ടം പോലെ ഈ സമയത്ത് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളിതുപോലെ വാങ്ങിച്ചിട്ട് ഇതുപോലെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമുക്കായാലും ഈ ചൂട് കാലത്ത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് തണുപ്പിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കി ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.